വെളിപ്പാട് പുസ്തകം 13:1-2. അപ്പോൾ 10 കൊമ്പ്. വായിച്ചോട്ടെ മക്കളെ, വായിച്ചോട്ടെ. 10 കൊമ്പും 10 കൊമ്പ്, 7 തലയും, 7 തലയും, കൊമ്പുകളിൽ 10 രാജമുടിയും. അവിടം വരെ നിൽക്കട്ടെ. സ്വോത്രം. ആരാ ഈ 10 കൊമ്പ്? ക്ലിയർ ആയിട്ട് കേട്ടോണം. 1991 സോവിയറ്റ് യൂണിയൻ തകരുന്നു. ഇന്നലെ ഞാൻ പറഞ്ഞല്ലോ, മീക്കായൽ ഗർബച്ചോവും ബൈബിളും. അപ്പോൾ വേറൊരുവൻ മുളച്ചു. അവൻ്റെ പേരാ യൂറോപ്യൻ യൂണിയൻ. എത്ര രാജ്യങ്ങൾ? 27 രാജ്യങ്ങളുണ്ട്. അതിൽ മെയിൻ വോട്ട് ചെയ്യാനുള്ളത് 12. ബാക്കി സഭയെ വന്നിരുന്ന് ചായ കുടിക്കാൻ മിണ്ടാൻ പറ്റിയല്ല. സ്വോത്രം. സെൻട്രൽ കമ്മിറ്റി പോലെ. ആ 12 രാജ്യങ്ങളുടെ പേർ ഇന്ന് രാത്രി സംശയമുണ്ട്, യോഗം കഴിയുമ്പോൾ ചോദിക്കാം. ബെൽജിയവും ഫ്രാൻസും ഇറ്റലി, ഈസ്റ്റ് ജർമ്മനി, ലംസംബർഗ്, നെതർലൻഡ്, പോർച്ചുഗൽ, സ്പെയിൻ, ഡെൻമാർക്ക്, ഗ്രീസ്, അയർലൻഡ്, ബ്രിട്ടൻ. ഈ ബ്രിട്ടണിന് കഴിഞ്ഞ കോവിഡിന് മുമ്പ് സ്വർഗത്തിലെ ദൈവം വെട്ടി. അമരവിളയിലെ സൂസി സിസ്റ്റർ രാവിലെ ചുരിദാറിൻ്റെ കൈവെട്ടിയതുപോലെ സ്വർഗത്തിലെ ദൈവം ബ്രിട്ടനെ വെട്ടി. അതിൻ്റെ പേരാ ബ്രെക്സിറ്റ്. ബ്രെക്സിറ്റ്. ബ്രിട്ടൻ യൂറോപ്യൻ യൂണിയൻ എന്ന് പുറത്ത്. സ്വോത്രം. ഏഷ്യാനെറ്റിലെ വിനൂവി ജോണും സുരേഷ് കുമാറും ഒക്കെ ചർച്ച ചെയ്ത് ഇതാ ബൈബിൾ പ്രവചനം. അത് കഴിഞ്ഞിട്ട് ഇന്നൊരുവൻ അവിടുന്ന് പോകാൻ നിൽക്കുന്നു. അവൻ്റെ പേരാ ഫ്രാൻസ്. കൂടെ പോയാൽ 12-ൽ 1 പോയി 11ആയി. ഇനി ഫ്രാൻസ് കൂടെ പോയാൽ 10 അന്ന് രാത്രി എൻ്റെ പ്രിയൻ വാനമേഘത്തിൽ വരും. 10 കൊമ്പ്. തീർന്നില്ല. അത് കഴിഞ്ഞിട്ട് 7 തല. പലരും വിചാരിക്കും നമ്മുടെ മുഖ്യമന്ത്രി ശ്രീ കെ കരുണാകരന് പണ്ട് 2-3 തലയുണ്ടെന്ന് പറഞ്ഞു. സ്വോത്രം. പുള്ളിയുടെ തലയൊക്കെ കടത്തി വെട്ടിയില്ലേ നമ്മുടെ ഉമ്മൻചാണ്ടി സാറ്? 5 തലയും കണ്ടില്ലായിരുന്നു. അതുകൊണ്ട് സരിതേനെയൊക്കെ ഒരു ഒതുക്കി ശരിയാക്കിയില്ലേ? സ്വോത്രം. അങ്ങനെയെങ്കിൽ ആ തലയല്ല ഈ തല. വെളിപ്പാട് 17 എഴുതിയിട്ടുണ്ട്, സ്ത്രീ ഇരിക്കുന്ന തല. ജ്ഞാനം കൊണ്ട് ആരംഭം. വാക്യം ഞാൻ തൊടുന്നില്ല, സമയമില്ല. ആകെ 3 ദിവസമേ ഉള്ളൂ, അതുകൊണ്ട് വാക്യം തൊടാത്ത. ഇവിടെ ജ്ഞാനം കൊണ്ട് ആരംഭം. വെളിപ്പാട് പുസ്തകം 17, 7, 8, 9 വാക്യങ്ങൾ. ഇവിടെ ജ്ഞാനം കൊണ്ട് ആരംഭം. സ്ത്രീ ഇരിക്കുന്ന തല 7 മലയാകുന്നു. ഇപ്പം പലരും പറയും ഈ സ്ത്രീ എന്ന് പറയുന്നത് ഏതോ പെങ്കൊച്ചാന്നല്ല. തള്ളപ്പെട്ട സഭയെ കാണിക്കുന്നത് സ്ത്രീ, കൈവിടപ്പെട്ട സഭ. സ്വോത്ര. ഉപദേശത്തിൽ നിന്ന് വഴിതെറ്റിയവള്. അതാ വേശ്യമാരും മ്ലേച്ഛതയുടെ നഗരമായ ബാബിലോൺ. ആ സ്ത്രീ എവിടെ ഇരിക്കുക? തള്ളപ്പെട്ട സഭ. അപ്പോൾ 2 സഭയുണ്ടോ? ഉണ്ട്. കർത്താവിൻ്റെ ഒരു സഭയുണ്ട്, മണവാട്ടി സഭ. 7 അടിസ്ഥാന ഉപദേശം: രക്ഷയും മാനസാന്തരവും സ്നാനവും വേർപാടും വിശുദ്ധിയും നിത്യതയും അഭിഷേകവും ഉള്ളതിനെ ചേർക്കാനാ കർത്താവ് വരുന്നത്. അപ്പോൾ എതിരെ ഒരു സഭയുണ്ട്, ആൻറ്റി ക്രൈസ്റ്റിൻ്റെ മണവാട്ടി. മ്ലേച്ഛതയുടെ ചിറകിൽ സഞ്ചരിക്കുക. അങ്ങനെ ഇരിക്കുക. സ്ത്രീ ഇരിക്കുന്ന തല 7 മല. അങ്ങനെ ഒരു തലയും മലയും ഉണ്ടോ? ഉണ്ട്. ഇന്ന് രാത്രി നെടിയാങ്കോട് നിങ്ങൾ ഇരിക്കുമ്പോൾ ഇറ്റലിക്കകത്തൊരു നദി ഒഴുകുന്നു. അതിൻ്റെ പേര് ടൈബർ. ടൈബറിൻ്റെ അക്കരയിൽ 7 മലയുണ്ട്. ക്യാപിറ്റോളിൻ, പാലിറ്റേറിയൻ, അവൻറ്റേൻ, കൊറിയൻ, വിമിനൽ, എസ്കലൻ, ജാനിക്കുലൻ. അതിൻ്റെ മേളിൽ ഒരു ചെറിയ കൊമ്പുണ്ട്. അതിൻ്റെ പേരാ ഇന്നത്തെ വത്തിക്കാൻ. അവിടുത്തെ കാര് പോന്നു. നരേന്ദ്രമോദി സാർ പോന്നു. ഇന്നലെ കണ്ടല്ലോ, ബാക്കി യൂട്യൂബിൽ വരുമ്പോൾ കാണും. എന്നിട്ട് മോദി സാർ എന്ത് പറഞ്ഞ? മാർപ്പാപ്പ, അങ്ങ് യഥാർത്ഥ പിതാവാണ്, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. സ്വോത്രം. വരുന്നു പുറകെ. അങ്ങനെയെങ്കിൽ 10 കൊമ്പ്, 7 തല. കൊമ്പുകളിൽ 10 രാജമുടി. രാജമുടി കല്യാണത്തിനുള്ള മണവാട്ടിയെ കാണിക്കുന്നു. ബ്രിട്ടനിലെ കല്യാണത്തിന് മണവാട്ടി വരുമ്പോൾ തലയിൽ ഒരു ക്രൗൺ വെക്കും. അതുകൊണ്ട് ചില RC, അതുപോലെ തന്നെ കത്തോലിക്ക സഭയിൽ പെങ്കൊച്ചുങ്ങളുടെ കല്യാണത്തിന് തലയ്ക്കകത്ത് ഇങ്ങനെ ക്രൗൺ വെക്കും, ഇങ്ങനെ ഒരു കിരീടം. അതിനകത്തുള്ള മുള്ള ഭരണത്തിൻ്റെ രാജമുടി. അപ്പോൾ 10 കൊമ്പും 7 തലയും. കൊമ്പുകളിൽ 10 രാജമുടി. ദൂഷണ നാമം. എതിർ ക്രിസ്തു, തുമ്പുകെട്ട ഇടയൻ, നാശയോഗ്യൻ, വരുവാനിരിക്കുന്ന പ്രഭു, അധർമ്മത്തിൻ്റെ മർമ്മ. അങ്ങനെ ഒരുവൻ എവിടുന്ന് എഴുന്നേൽക്കും? വായിക്കാം മോളെ അടുത്ത വാക്യം. ദാണ്ടെ സമുദ്രത്തിൽ നിന്ന് വായിച്ചാട്ടെ. ദാനിയേലും വെളിപ്പാട് കമ്പയർ. വായിക്കാം. തലയിൽ ദൂഷണനാമങ്ങളും ഉള്ളൊരു മൃഗം സമുദ്രത്തിൽ നിന്ന് കയറുന്നത് ഞാൻ കണ്ടു. ഇന്ന് രാത്രി വീട്ടിൽ ചെന്ന് ദാനിയേൽ 7, 8 വായിക്കണം, വെളിപ്പാടും വായിക്കണം. ഇത് പോയി കഴിഞ്ഞാൽ എൻ്റെ പ്രസംഗം അവസാനിക്കത്തില്ല. ഞാൻ ഇവിടം കൊണ്ട് നിർത്തുക. സമുദ്രം ജനത്തിൻ്റെ ഇടയിൽ നിന്നാണ് വരുന്നത്, അല്ലാതെ കാട്ടിൽ നിന്നും നെയ്യാറിൽ നിന്നും അഗസ്ത്യാർ വനത്തിൽ നിന്നും അല്ല വരുന്നത്. സ്വോത്ര. പുള്ളിക്കാരൻ ജനത്തിൻ്റെ ഇടയിൽ നിന്ന് വരുന്നത് സിറിയായിൽ നിന്ന്. ലാസ്റ്റിൽ സെക്കരിയാവ് വരുമ്പോൾ ഞാൻ പറയാം അവൻ എവിടെ വരുന്ന. ക്ലൈമാക്സിൽ കൊണ്ടുവരാം. അടുത്ത വാക്യം വായിച്ചാട്ടെ. ഞാൻ കണ്ട മൃഗം പുള്ളിപ്പുലിക്ക് സദൃശ്യവും. അതിന്റെ പേര് അലക്സാണ്ടറിന്റെ കൊച്ചുമക്കളിൽ കൂടി കാൽ ചവിട്ടും. ഗ്രീക്കിലെ അലക്സാണ്ടർ. പുള്ളിപ്പുലി. വേഗത്തിലോടുന്ന യവനായ രാജാവ്. കേട്ടോണം, വാചന ശരിക്കും പഠിക്കണം. അടുത്തത്. അതിന്റെ കാൽ കരടിയുടെ കാൽ പോലെയും. ഇന്നത്തെ കരടിയുടെ കാലുള്ള ഒരു പതാകയുണ്ട്, അവന്റെ പേരാ ഇറാൻ. ഇന്നത്തെ ഇറാൻ ഫുൾ സപ്പോർട്ട് കൊടുക്കും ആന്റി ക്രൈസ്റ്റിന്. അടുത്തത്. വായ് സിംഹത്തിന്റെ വായ് പോലെയുമായിരുന്നു. സിംഹത്തിന്റെ വായുള്ള ലോകത്തിലെ സാമ്രാജ്യമായി ഇന്നത്തെ ഇറാഖ്. കഴുകൻ അവരുടെ ദേശീയ പക്ഷി. സ്വോത്രം. അതിന് ആര് മക്കളെ? വായിച്ചാട്ട്. കോവിഡിന്റെ മറവിൽ വായിച്ചാട്ട്. അതിന് മഹാസർപ്പം തന്റെ ശക്തിയും. ആ മഹാസർപ്പം തന്റെ ശക്തിയും സിംഹാസനവും വലിയ അധികാരവും കൊടുത്തു. ഇതാ കോവിഡ്. ഇവരെല്ലാം മാറും. മോഡി സാറ് ഓടും, പിണറായി സാറ് ഓടും, ബൈഡൻ ഓടുമ്പോൾ
കുഞ്ഞ് പാമ്പ് ലോകത്തെ പിടിക്കുന്നു. ഏതനിൽ കണ്ട ആദ്യത്തെ കുടുംബത്തെ തെറ്റിച്ച ആരാ? ഒരു പുള്ളിക്കാരനെ കണ്ടില്ലേ? സ്വോത്രം. സർപ്പം ഹവ്വയെ ഉപായത്തിൽ ചതിച്ചു. സ്വോത്രം. അമ്മാമയ്ക്ക് വാട്സപ്പ് അടിച്ചതുപോലെ എല്ലാ വാട്സപ്പ് അവൻ്റെ കയ്യിൽ എത്താൻ പോന്നു. എന്താ കാര്യമെന്നറിയാമോ? മഹാസർപ്പം വലിയ ശക്തി, അധികാര സിംഹാസനം വെളിപ്പാടിലേക്ക് വരുമ്പോൾ. അങ്ങനെയെങ്കിൽ ലോകത്ത് ഇന്നത്തെ എത്ര രാഷ്ട്രങ്ങളുണ്ട്? 262. ലാസ്റ്റ് ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കും. സ്വോത്രം. ഡോളർ ഞാൻ കൊടുക്കും. സ്വോത്രം. സംശയമുണ്ട്? ഏലാ കൺവെൻഷനിൽ ചെന്നാൽ മതി. സ്വോത്രം. അമരവിളയിൽ തെക്കൻ ഏലാ കൺവെൻഷനിൽ ഞാൻ 5 ദിവസം ആരണ്ട് അമേരിക്കക്കാർ അന്ന് മൊത്തം ഡോളറും കൊടുത്ത് പാടിക്കൊണ്ടുവന്ന് ശോഭൻ രാജ് സാറിൻ്റെ മക്കൾ മൊത്തം അടിച്ചുകൊണ്ടുപോയി. സ്വോത്രം. അവർ നല്ല വിദ്യാഭ്യാസം ഉള്ളായിരുന്നു, എല്ലാം കൊണ്ടുപോയി. സ്വോത്രം. അതുപോലെ ഇന്നൊരു ഡോളർ ബാക്കിയുണ്ട്. ഇന്ന് പറഞ്ഞതിൻ്റെ സംശയം നാളെ ചോദിക്കുമ്പോൾ കൈ ഉയർത്തുന്നവർക്ക് നാളെ ഡോളർ തരും. സ്വോത്രം. ഇന്നലെ ഞാൻ പറഞ്ഞു ലോകത്ത് 262 രാഷ്ട്രം, 800 കോടി ജനത, ഇവരെല്ലാം ഒരുവനെങ്ങനെ ഭരിക്കും? സന്തോഷമില്ലല്ലോ. 3.5 കോടിയെ ഭരിക്കാൻ പിണറായി സാറിന് പറ്റുന്നില്ല. 135 ഭരിക്കാൻ മോഡി സാറിനും പറ്റുന്നില്ല. അപ്പോൾ ഒരുവൻ എങ്ങനെ ഭരിക്കും? അവൻ UN സെക്രട്ടറി സ്ഥാനത്ത് ഇന്നിരിക്കുന്നത് പോലെ ഭരിക്കണമെങ്കിൽ ഒരു സിസ്റ്റം ഇവിടെ വരണം. അതിൻ്റെ പേരാ കമ്പ്യൂട്ടർ. മിണ്ടുന്നില്ലല്ലോ. കോവിഡ് കാലത്തെല്ലാം ഓൺലൈനിൽ. കോവിഡ് ഇതിന് തുടക്കം അതിനാ കൊണ്ടുവന്ന്. എന്താ കമ്പ്യൂട്ടർ? COMPUTER. ഇതാ 666 ABCD. A6, B12, C18. ഇസ്രയേലിൻ്റെ അക്ഷരം ഒരക്ഷരം. 119 സങ്കീർത്തനം. ആരും എടുക്കണ്ട. അത് പറഞ്ഞപ്പോഴാണ് ഓർത്ത് ഇവിടെ നല്ല കുഞ്ഞുങ്ങൾ ഇവിടെ നിന്ന് സംസാരിക്കുന്നുണ്ട്. എനിക്കാണെ നല്ല തൊണ്ടവേദനയുണ്ട്. ഇനി നിങ്ങൾ സംസാരിച്ചാൽ ഞാനിവിടെ ഇരിക്കും. 119 സങ്കീർത്തനം നിങ്ങൾ വായിക്കുമെന്ന്. സ്വോത്രം. കണ്ടില്ലേ? അങ്ങനെ 119 സങ്കീർത്തനം എഴുതിയിട്ടുണ്ട്. ആലേഫ്, ഗീമേൽ, ദാലത്ത്, മേം. 6 എഴുതിയിട്ടുണ്ട്. വൗ! 119 6ാമത്തെ കണ്ണിക. അതിൻ്റെ പേര് W. നമ്മുടെ ഇംഗ്ലീഷിൽ 23ാമത്തെ അക്ഷരമാ W. പക്ഷേ ഇസ്രയേലിൻ്റെ 6ാമത്തെ അക്ഷരമാ W. അങ്ങനെയെങ്കിൽ വരുന്നു 666. വൗ! കമ്പ്യൂട്ടർ COMPUTER. അതിന് ഗ്രീക്കിൽ ലാറ്റിനോസ് എന്ന് പറയും. സിയുടെ 18 തൊട്ട് 6ന്റെ ഗുണിയം നോക്കിയാൽ കിട്ടും 666. അങ്ങനെയെങ്കിൽ കമ്പ്യൂട്ടർ എന്ത് ചെയ്യും? കോവിഡ് കാലത്ത് എന്ത് ചെയ്തു? 5 കാര്യങ്ങൾ. ഇന്ന് കമ്പ്യൂട്ടർ ലോകം ഒരുവൻ്റെ കയ്യിൽ. സന്തോഷമില്ലല്ലോ. നിങ്ങൾക്കുത്തരം പറയാം. പണ്ട് 5 വർഷത്തിന് മുമ്പ് ഈ പണി ഉണ്ടായിരുന്നു. ഞാനിവിടെ പ്രസംഗിക്കുമ്പോൾ എൻ്റെ സുഹൃത്ത് അമേരിക്കയിലെ കാലിഫോർണിയയിലിരുന്ന് ഈ പ്രസംഗം കാണുന്നു. നിൽക്കുന്നത് നെടിയാങ്കോട് ചീനിവിളയിൽ, കാണുന്നത് കാലിഫോർണിയയിൽ. സന്തോഷമില്ലല്ലോ. ഇതാരാ കൊണ്ടുപോകുന്നത്? കമ്പ്യൂട്ടർ 1. 2ാമത്തെ കാര്യം കമ്പ്യൂട്ടർ എന്താ? പറഞ്ഞു തരാം. ദാണ്ട് നെയ്യാറ്റിൻകരയിൽ ഒരു അച്ചായൻ നല്ല വീടും പൂട്ടി എവിടെ പോയി? ന്യൂയോർക്കിൽ പോയി. സ്വോത്രം. വീട്ടിനകത്ത് കാവലിനൊരു ചെറുപ്പക്കാരനെ ഏൽപ്പിച്ചു, തോമസ്. അവൻ രാവിലെ വരുമ്പോൾ വീട്ടിലൊരു CC ക്യാമറ. അച്ചായൻ ന്യൂയോർക്കിൽ ഇരുന്ന് കട്ടൻ ചായ കുടിക്കുമ്പോൾ തോമസ് ഇങ്ങനെ വീട്ടിൽ വന്ന് ചാവി തുറക്കുമ്പോൾ ആരും പറയണ്ട, ക്യാമറ ലൈവ് കൊടുക്കും. അച്ചായൻ എന്തോ തോമസിനെ വിളിക്കും, മോനെ നീ എന്തിനാ വന്നത്? അച്ചായൻ ഞാൻ എഴുത്തെടുക്കാൻ വന്നതാ. സ്വോത്രം. പണ്ട് എഴുത്ത് പോയിട്ട് ടെലഗ്രാം പോലും കാണത്തില്ല. ഇപ്പം വീട്ടിനകത്ത് നെയ്യാറ്റിൻകര എഴുത്ത് തുറക്കുന്നത് 7ാം കടലിനക്കരെ നിന്ന് കമ്പ്യൂട്ടർ വഴി 14 ഇഞ്ചിൽ നെയ്യാറ്റിൻകര തോമാച്ചായൻ കാണുന്നു. ലോകം ഒരുവൻ്റെ കയ്യിൽ. തീർന്നില്ലേ? 3ാമത് തൊട്ടടുത്തൊരു നല്ല മെഡിക്കൽ കോളേജ് ഉണ്ട്, മേടിക്കുന്ന കോളേജ്. അതിൻ്റെ പേരാ കാരക്കോണം മെഡിക്കൽ കോളേജ്. സ്വോത്രം. വിഷമിക്കണ്ട. ഇവിടുന്ന് ഒരു സഹോദരിയെ കൊണ്ടുവന്ന് കല്യാണമൊക്കെ കഴിച്ചു. 6 മാസം കഴിഞ്ഞപ്പോൾ ചേട്ടൻ അങ്ങ് കുവൈറ്റിൽ പോയി. അപ്പോൾ സഹോദരിക്കൊരു വല്ലായ്മ, ഒരു തികട്ടലും പൊളിച്ചിലും ഗൈനക്കോളജിയെ കൊണ്ട് കാണിച്ചപ്പോൾ പറഞ്ഞു, കുഞ്ഞെ 1000 കൊടുത്ത് അവിടെ എക്സ്റേയോ സ്കാനോട് ഉടനെ പോകും. ഡിജിറ്റൽ സ്കാൻ, റേഡിയോളജി. അവിടെ കിടക്കുമ്പോൾ പെങ്കൊച്ചിൻ്റെ ഉദരത്തിലേക്ക് ഒരു ക്യാമറ ഇറങ്ങി വരുമ്പോൾ സിസ്റ്ററും ഡോക്ടറും പ്രത്യേക റൂമിൽ വരുന്ന് പറയും, ഒരു വിശേഷമുണ്ട്. അമ്മച്ചി കൂടുണ്ട്. ചോദിക്കും, ഈ കൊച്ചിനെ പയ്യൻ എവിടെ? ചേട്ടൻ എവിടെ? അപ്പോൾ അമ്മച്ചി പറയും, അവൻ കുവൈറ്റിലാണ്. സ്വോത്രം. അവർ കമ്പ്യൂട്ടർ സ്റ്റോർ ചെയ്തിട്ട് ഇറങ്ങി വരുമ്പോൾ പെങ്കൊച്ചിനോട് ചോദിക്കും, മോടെ ഭർത്താവിൻ്റെ മെയിൽ ID ഉണ്ടോ? മെയിൽ ID. സ്വോത്രം. സ്വോത്രം. എന്തിനാ മെയിൽ ID? സ്വോത്രം. ഉടനെ കൊച്ചു ചോദിക്കും, എന്തിനാ? ആ ചേട്ടൻ്റെ കമ്പ്യൂട്ടറിൽ മോടെ വയറ്റിൽ കിടക്കുന്ന ചെറിയ കുഞ്ഞിനെ ഞങ്ങൾ അയച്ചു കൊടുക്കാം. സ്വോത്രം. പെങ്കൊച്ച് കിടക്കുന്നത് കാരക്കോണം, എടുക്കുന്നത് CTO അല്ലെ റേഡിയോളജി. കാണുന്ന കുവൈറ്റിൽ ഇരിക്കുന്ന 14 ഇഞ്ച് കമ്പ്യൂട്ടർ ഇരിക്കുന്ന ചെറുക്കൻ കാണുന്നു തൻ്റെ പ്രിയ ഭാര്യയുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞിനെ. സ്വോത്രം. അന്ത്യകാലത്ത് ടെക്നോളജി ക്ലിയർ ആയില്ലേ? പോരെ കമ്പ്യൂട്ടർ. 4ാമത്തെ കാര്യം നമ്മുടെ കുഞ്ഞുങ്ങൾ ദാണ്ടിരിക്കുന്നു. ഈ കൊച്ചു മോൻ, അവന് ക്രിക്കറ്റ് ഭയങ്കര താല്പര്യമാണ്. സ്വോത്രം. അവനിപ്പോൾ IPL കാണാൻ പോകണം. സ്വോത്രം. അമ്മച്ചിയുടെ കോവിഡ്
വാങ്ങാനായിട്ട് കാശുമില്ല. എന്തോ ചെയ്യും? അവനൊരു സ്മാർട്ട് ഫോൺ കൊടുത്തിട്ട് തനിവച്ചപുരത്ത് പോയി 249 രൂപ ഒരു മാസം ചാർജ് ചെയ്യും. അവനെവിടെ കയറും? തനിവച്ചപുരം ITI ജംഗ്ഷന് മാവേ കയറിയിരുന്ന് WW10 സ്പോർട്സ് അടിക്കുമ്പോൾ ചെന്നൈ നടക്കുന്ന IPL കളി അവൻ്റെ 14 ഇഞ്ച് മൊബൈലിൽ കാണാം. സ്വത്രം സന്തോഷമില്ലല്ലോ. അതിൻ്റെ പേരാ കമ്പ്യൂട്ടർ. തീർന്നില്ല. ആശുപത്രികൾ മുഴുവൻ 5Gയിലേക്ക്. നെയ്യാറ്റിൻകര നിംസ് മെഡിസിറ്റി ഇവിടുന്ന് ഒരു അമ്മച്ചിയെ കൊണ്ടുപോകുന്നു. സ്വത്രം ബൈബിളുമായിട്ട് കമ്പയർ ചെയ്യാൻ പോവാ. അമ്മച്ചിയെ കൊണ്ടുപോകുമ്പോൾ ആ അമ്മച്ചിക്ക് ഹാർട്ടിനൊരു വിഷയം, രാത്രി തന്നെ ചിലപ്പോൾ തീർന്നു പോകാൻ സാധ്യത. ഒരു സർജനേ ഉള്ളൂ. പുള്ളിക്കും ഒരു പറയും, അമ്മച്ചിയുടെ ശരീരം കട്ട് ചെയ്തപ്പോൾ ഈ പൈപ്പ് കയറ്റണം. അതിൻ്റെ പേരാ ആൻജിയോപ്ലാസ്റ്റ്. ആ പൈപ്പ് ഇടുന്നതിനാ പ്ലംബർ പൈപ്പ് ഇടുന്ന മലയാളം പിന്നെ ആൻജിയോപ്ലാസ്റ്റ്. സ്വത്രം ഈ പൈപ്പ് ഇടാൻ തുടങ്ങിയപ്പോൾ ഡോക്ടർക്കൊരു ഭയം. അമ്മച്ചിയുടെ കൂടെ സപ്പോർട്ടിന് വേറെ ഒരു ഡോക്ടറില്ല, പെരിയ ഡോക്ടർ അപ്പോൾ ബോംബെയിലിരിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ നിംസിലെ ഡോക്ടർ എന്തോ ചെയ്യും? ഈ പടമെല്ലാം കൂടെ അങ്ങോട്ട് ചെയ്യും, നേരെ ഓൺലൈനിൽ കൂടെ മൊബൈലിൽ വാട്സപ്പ് കാണിക്കുന്ന പോലെ കാണിക്കും. അന്ത പെരിയ ഡോക്ടർ ബോംബെയിലിരുന്ന് പേശും, ഇന്ന പൈപ്പ് ഇങ്ങനെ ഇട്, ഇങ്ങനെ കട്ട് ചെയ്തിട്, കാര്യം റെഡി. അമ്മച്ചി കിടക്കുന്നത് നിംസ്, നോക്കുന്നത് ഇവിടെ, സർജറി പോസ്റ്റ് ചെയ്യുന്നത് ബോംബെയിലേക്ക്. ലോകം ഒരുവൻ്റെ കയ്യിൽ, കോവിഡിൻ്റെ മറവിൽ. ഇതിൻ്റെ പേരാ ദാനിയേൽ പ്രവചനം. അന്ത്യകാലത്ത് ജ്ഞാനം വർദ്ധിക്കും. ഇതേതിൽ കയറണമെങ്കിലും എന്തോ ചെയ്യണം? 3 കാര്യം അടിക്കണം. അതിൻ്റെ പേരാ WWW. അങ്ങനെ കേട്ടവർ വല്ലവരുമുണ്ടോ? കരമൊന്ന് ഉയർത്താൻ സന്തോഷമില്ലല്ലോ. ഏത് സൈറ്റിൽ കയറണമെങ്കിലും എന്തടിക്കണം? WW. വാവ്, 666. അങ്ങനെയെങ്കിൽ വരാൻ പോകുന്ന എതിർ ക്രിസ്തുവിന് 5 W ബന്ധമുണ്ട്. ഒന്നാമത്തെ W വായിക്കുന്നു, വെളിപ്പാട് പുസ്തകം 13:3 W അഥവാ കമ്പ്യൂട്ടറുമായി ബന്ധം. വെളിപ്പാട് പുസ്തകം 13-ന്റെ 3-ാമത്തെ വാക്യം W വായിച്ചാട്ട് മക്കളെ. അതിന്റെ തലകളിൽ ഒന്ന് മരണകരമായ മുറിവേറ്റതുപോലെ ഞാൻ കണ്ടു. മുറിവ് അർത്ഥം മുറിവേറ്റ സമൂഹത്തിൽ നിന്ന് ആന്റി ക്രൈസ്റ്റ് എഴുന്നേൽക്കും. മുറിവിന്റെ ഇംഗ്ലീഷാ. തനിവച്ചവരെ സ്കൂളിൽ പോയ കുഞ്ഞുങ്ങൾക്കറിയാം, മാങ്ങ എറിയുന്നവർക്ക് അറിയത്തില്ല. ഊണ്ട്, ഒന്നാമത്തെ W ഊണ്ട്. കണ്ടോ? മുറിവേറ്റ സമുദായത്തിൽ നിന്ന് എഴുന്നേൽക്കുന്നവനായിരിക്കും എതിർ ക്രിസ്തു. 2-ാമത്തെ വാക്ക് വായിച്ചാട്ട് മക്കളെ. അതിന്റെ കാരണമായ മുറിവ് പുറത്തുപോയി. മരണകരമായ മുറിവ് പുറത്തുപോയി. അടുത്തത് സർവ്വഭൂമിയും മൃഗത്തെ കണ്ട് വിസ്മയിച്ചു. കോവിഡിന്റെ മറവിൽ നിങ്ങൾക്ക് കിറ്റ് തരും, അത് കഴിഞ്ഞിട്ട് മെഡിസിൻ തരും, വാക്സിൻ തരും. അതെല്ലാം ശരിയായ കാര്യമല്ലേ നിങ്ങൾ കണ്ടത്? ആര് കൊണ്ടുപോയി? അവൻ്റെ ചേട്ടൻ വരാൻ പോവാ, മൂത്ത ചേട്ടൻ. വല്ലാർപാട് ആര് കൊണ്ടുപോയി? റിലയൻസ് എങ്ങാണ്ട് കൊണ്ടുപോയില്ല. ഇവിടെ വിഴിഞ്ഞ ആര് കൊണ്ടുപോയി? പാസ്റ്ററെ അദാനി. സ്വത്രം. അത് കഴിഞ്ഞിട്ട് മറ്റേ തിരുവനന്തപുരം എയർപോർട്ട് ആര് കൊണ്ടുപോയി? അദാനി കൊണ്ടുപോയില്ലേ? സ്വത്രം. നിങ്ങളെല്ലാം പ്ലെയിനിൽ കയറിയിട്ടില്ലേ? പണ്ട് ടാറ്റ പറയായിരുന്നു, അത് ടാറ്റായും കൊണ്ടുപോയി. സ്വത്രം. അവൻ്റെ മൂത്ത ചേട്ടൻ വരാൻ പോവുക. സ്വത്രം. കണ്ടോ? തോമാച്ചൻ്റെയും കറിയാച്ചൻ്റെയും മൂത്ത ചേട്ടൻ വരാൻ പോവുക. സ്വത്രം. സർവ്വഭൂമിയും കണ്ട് അതിനെ വിസ്മയിക്കും. വിസ്മയത്തിൻ്റെ മലയാളം അതിശയം. അതിശയം എന്ന് പറഞ്ഞാൽ വണ്ടർഫുൾ പേഴ്സൺ. ഇത്രയും നല്ലൊരു ഭരണാധികാരി വരികയല്ലെന്ന് നയബുദ്ധി. നമ്മുടെ നയമാനേക്കാളും നല്ലവനാ വരാൻ പോകുന്നത്. സ്വത്രം. ജനങ്ങളെല്ലാം അവനെ സന്തോഷിക്കും. ലെക്സും റെക്സോണും ഒക്കെ കിട്ടും ചേച്ചി. സ്വത്രം. വരാൻ പോവുക. അടുത്ത വാക്ക് വായിച്ചാട്ടെ. മൃഗത്തിന് അധികാരം കൊടുത്തത് കൊണ്ട്. മൃഗത്തിന് അധികാരം കൊടുക്കുമെന്ന്. കോവിഡ് അതിന്റെ ഒരു നാന്ദിയ. അടുത്തത് അവർ മഹാസർപ്പത്തെ നമസ്കരിച്ചു. 3-ാമത്തെ ഇഷ്ടം അവന്റെ ജോലി നമസ്കാരമാ. അതിന്റെ അർത്ഥം എന്ത്? വർഷിപ്പ്. സ്വത്രം. അതാ 3 W. നമ്പർ 1 wounded man, നമ്പർ 2 വണ്ടർഫുൾ മാൻ, നമ്പർ 3 വർഷിപ്പ് നീഡഡ് മാൻ. വർഷിപ്പ് എന്തുവാന്ന് അവസാനം ഞാൻ പറഞ്ഞുതരാം. അടുത്ത വാക്യം വായിച്ചാട്ടെ. മൃഗത്തോട് തുല്യനാര്? മൃഗത്തോട് തുല്യൻ ഇവിടെ ഒരു ഭരണാധികാരിയിൽ എല്ലാത്തിനെയും അവൻ ചവിട്ടുവിടുന്നു. അടുത്തത് അതിനോട് പൊരുതുവാൻ ആർക്ക് കഴിയുമെന്ന് പറഞ്ഞു. ലോകത്തിലെ ഭരണാധികാരികൾക്കും ഇതിനെ മെതിക്കാൻ കഴിയത്തില്ല, ആർക്കും കഴിയത്തില്ല. അടുത്തത് മൃഗത്തെയും നമസ്കരിച്ചു. മൃഗത്തെ നമസ്കരിക്കണം. അതിപ്പോ ഞാൻ പറഞ്ഞുതരാം. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. സോബിയുടെ മൂത്ത ചേച്ചിയെ പറയുമ്പോൾ ഞാൻ ഇടവേളയ്ക്ക് പോകാം. വായിച്ചാട്ട് മക്കളെ. അടുത്തത് വമ്പും ദൂഷണവും സംസാരിക്കുന്ന വായ് അതിന് ലഭിച്ചു. ദാനിയേൽ എഴുതിയിട്ടില്ലേ? 10 കൊമ്പുകളിൽ ഒരു ചെറിയ കൊമ്പ് മുളച്ചു വന്നു. ആ കൊമ്പുകളിൽ ഞാൻ കണ്ടു, അവൻ ലോകത്തോട് സംസാരിക്കും, ലോകത്തെ നോക്കും. അവൻ ലോകത്തോട് സംസാരിക്കും. അതിൻ്റെ പേരാ വേഡ്. എന്താ വേഡ്? പണ്ട് ഇത് പ്രസംഗിച്ച നെയ്യാറ്റിൻകരക്കാർ കേൾക്കുമോ? അവൻ്റെ അനിയനായി ഇന്ന് നമ്മുടെ മൊബൈലിൽ വന്ന് നല്ല ഒരു അങ്കിൾ വന്നു. പേരെന്തുവാ? ഗൂഗിൾ. അങ്ങനെ ഒരു അങ്കിളിനെ പറ്റി ആരും കേട്ടിട്ടില്ലേ? സ്വത്രം. നമ്മുടെ വീട്ടിൽ ഒരു സഹോദരി ഒരു ദിവസം പണിക്ക് നിൽക്കണേ 800 കൊടുക്കണം. ദാണ്ട് ഈ അങ്കിളിന് 200 ചാർജ് ചെയ്താൽ 30 ദിവസം ചോദ്യം ചോദിക്കാം, ഉത്തരം പറയാം. മിണ്ടുന്നില്ലല്ലോ. സ്വത്രം.
പണ്ട് നെയ്യാറ്റിൻകര വന്ന് വെള്ളറടപ്പം ആരോട് ചോദിക്കും? താന്നിമൂട്ടിൽ നാരായണൻ ചേട്ടനോട് ചോദിക്കും. ഇപ്പോൾ വല്ലതും ചോദിക്കണോ? നെയ്യാറ്റിൻകര എത്തിയിട്ട് ഗൂഗിളിനോട് ചോദിക്കും, ഗൂഗിൾ വെള്ളറട എവിടെ? തിരിഞ്ഞ് വലത്തോട്ട് പോയി 14 കിലോമീറ്റർ എവിടെ കൂടെ പോകണം? തനിവച്ചപുരം, നെടിയാങ്കോട്, കുന്നത്തുകാല്, അത് കഴിഞ്ഞിട്ട് തോലടി, പനച്ചുമൂട്, വെള്ളറട. ആരോടും ചോദിക്കേണ്ട. സ്വോത്രം. പുള്ളിക്കാരൻ പറയുമെന്ന്. സന്തോഷമില്ല. നിങ്ങൾ ചന്ദ്രനിൽ നിന്ന് വന്ന ആൾക്കാരെ ഈ സ്ഥലവും നിങ്ങൾക്കറിയത്തില്ല. സ്വോത്രം. ദാ കിടക്കുന്നു കാര്യം, ദാ കിടക്കുന്നു. ഗൂഗിൾ സംസാരിക്കുമെന്ന്. സ്വോത്രം. ദാ സംസാരിച്ചു തുടങ്ങിയില്ലേ? പഠിക്കുന്ന കുഞ്ഞുങ്ങൾ ഇന്ന് അമ്മച്ചോടോ അച്ഛനോടോ സംശയം ചോദിക്കുമോ? മമ്മി മിണ്ടരുത്, ആ ഗൂഗിളിനോട് ചോദിക്കട്ടെ. സ്വോത്രം. എത്ര കാര്യ കൊച്ചുങ്ങൾ പറയുന്ന. സ്വോത്രം. എല്ലാം ഇംഗ്ലീഷ് ചോദിക്കുന്നത്. ഇതിൻ്റെ പേരാ വോയിസ് ട്രാൻസ്ലേറ്റർ. പറഞ്ഞു തരാം. ഗൂഗിൾ ലോകത്തോട് സംസാരിക്കും. അതല്ലേ രാഷ്ട്രീയക്കാരെല്ലാം ഇപ്പോൾ നിങ്ങളുടെ മൊബൈലിനകത്ത് റിംഗ് ടോൺ വരത്തില്ലയോ? പ്രധാനമന്ത്രിയുടെ ശബ്ദം. അത് കേൾക്കട്ടെ. ഇവിടെ 2 MLA മാർ, പാറശാല ഹരീന്ദ്രൻ സാർ, അത് കഴിഞ്ഞിട്ട് നെയ്യാറ്റിൻകര ആൻസൽ. ഈ ഇലക്ഷനൊക്കെ മത്സരിച്ചപ്പോൾ നിങ്ങളുടെ വീട്ടിലെങ്ങാനും വന്നു. കഷ്ട 7 അയലത്ത് വന്നില്ല. കോവിഡ് അല്ലേ, പെട്ടി കയറുമെന്ന് പേടി. സ്വോത്രം. അപ്പോൾ ചിന്നമാമ രാവിലെ ഫോൺ എടുത്തപ്പോൾ ഒരു നമ്പർ BSN. ഹലോ, ഞാൻ സഖാവ് ആൻസലൻ, നെയ്യാറ്റിൻകരയിൽ നിന്ന് മത്സരിക്കുന്നു. അരിവാട് ചുറ്റിക നക്ഷത്രത്തിൽ എനിക്ക് വോട്ട് ചെയ്യുക. ചിന്നമ്മാമെ പുള്ളിക്കും അറിയത്തില്ല, പുള്ളിക്ക് ചിന്നമ്മാമെ അറിയത്തില്ല. ആര് സംസാരിച്ചു? വോട്ട് മൊബൈലിൽ സംസാരിച്ചു. പാറശാല അതുപോലെ തന്നെ നാരായണൻ ചേട്ടനോട് സംസാരിച്ചില്ല. ഹരീന്ദ്ര സാർ വന്നില്ല. നിങ്ങളോട് മൊബൈലിൽ സംസാരിച്ചെങ്കിൽ പ്രധാനമന്ത്രി മൻ കി ബാത്ത്, നമ്മുടെ മുഖ്യമന്ത്രിയുടെ ഓണാശംസ, ഞാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ എല്ലാ മലയാളികൾക്കും ഓണാശംസ നേരുന്നു എന്ന്. സ്വോത്രം. നനിവച്ചപുരത്തിരുന്ന് ചായ കുടിച്ച് എത്ര പേരുടെ മൊബൈലിലാണ് ഇത് വന്നത്? അങ്ങനെയെങ്കിൽ സഭ എടുക്കപ്പെട്ടാൽ ഇന്നത്തെ ഗൂഗിളിൻ്റെ മൂത്ത ചേട്ടൻ വരാൻ പോകുന്നു. അവൻ്റെ പേര് വോയിസ് ട്രാൻസ്ലേറ്റിംഗ് ഡിവൈസ്, കമ്പ്യൂട്ടർ. സാത്താൻ ലോകത്തോട് സംസാരിക്കുക. ഇന്ന് രാത്രി കണ്ടോ? ഇപ്പം എല്ലാത്തിനും ഗൂഗിളായില്ലേ? കരിക്ക് കുടിച്ചാലും പൈസ അവനല്ലേ കൊടുക്കുന്നു. സ്വോത്രം. മിണ്ടുന്നില്ലേ? ഗൂഗിൾ പേ. സ്വോത്രം. അവൻ്റെ മൂത്ത ചേട്ടൻ വരാൻ പോകുന്നത്. സ്വോത്രം. ഇന്ന് രാത്രി മനസ്സിലാക്കണം, കർത്താവിൻ്റെ വരവിൽ കൈവിടപ്പെട്ടാൽ ഇന്നത്തെ പാറശാല നെയ്യാറ്റിൻകര MLA ശബ്ദം നിങ്ങളുടെ ചെവിയിൽ കേട്ടതുപോലെ സാത്താൻ്റെ ശബ്ദം നിങ്ങളുടെ ചെവിയിൽ കേൾക്ക്. എന്നാൽ ഇന്ന് രാത്രി കൃപ പ്രാപിച്ച ദൈവമക്കൾ പറയണം, ഗൂഗിളിൻ്റെ വോയിസ് ട്രാൻസ്ലേറ്റർ ജെറുസലേമിൻ്റെ തെരുവീതിയിൽ മെഗിദോ താഴ്വരയ്ക്കകത്ത് ഇന്ന് 2000 ഭാഷയിൽ സംസാരിക്കുന്നെങ്കിൽ 6000 ഭാഷ ലോകത്തിലെ മനുഷ്യർ സംസാരിക്കുക. ആ 6000 ഭാഷ സംസാരിക്കുന്ന സിസ്റ്റർ 5G സാറ്റലൈറ്റിനെ ബന്ധിച്ച് ഇസ്രയേൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. സാത്താൻ ലോകത്തോട് സംസാരിക്കാൻ ഇന്ന് രാത്രി കൃപ പ്രാപിച്ച ദൈവമക്കൾ പറയണം, ഇന്നത്തെ ഗൂഗിളിൻ്റെ മൂത്ത ചേട്ടനായ വോയിസ് ട്രാൻസ്ലേറ്റർ മൊബൈലിൽ കൂടിയും കമ്പ്യൂട്ടറിൽ കൂടിയും ഞങ്ങളുടെ ചെവിയിൽ ഒരു ശബ്ദം കേൾപ്പിക്കുവാൻ കാലം വരാറായി. എന്നാൽ ആ ശബ്ദം കേൾക്കുന്നതിന് മുമ്പ് മറ്റൊരു ശബ്ദം മധ്യാകാശത്തിൽ മുഴങ്ങ്. അതിൻ്റെ പേരായി ഇവിടെ കയറി വരുവേ. എത്ര പേർക്ക് ഇന്ന് രാത്രി സന്തോഷമുണ്ട്? കോവിഡിൻ്റെ മറവിൽ ഇന്ന് രാത്രി ധനുവച്ചപുരം, നെടിയാങ്കോട് നാം പ്രതീക്ഷിച്ച സമയത്തേക്കാൾ രക്ഷ ഇപ്പോൾ അടുക്ക വാതിൽക്കല. ഇത് ചെയ്യേണ്ടത് ഉറക്കത്തിൽ നിന്ന് ഉണരുക. നാഴിക വന്നിരിക്കുന്നത് കൊണ്ട് ഇന്ന് രാത്രി നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ നീ ഒരുങ്ങിക്കൊള്ളുക. അപ്പച്ച, അമ്മച്ചി, പ്രിയപ്പെട്ട ദൈവമക്കളെ, രാത്രി കഴിവാറായി, പകലടുത്തിരിക്കുന്നു. നീതി സൂര്യ നിനക്ക് വേണ്ടി വെളിപ്പെടാൻ കാലമായി. രാത്രി ദർശനത്തിൽ ഘോരവും ഭയങ്കരവും അതിബലവുമുള്ള 4മതൊരു മൃഗത്തെ ഞാൻ കണ്ടു. തിന്നുകയും തകർക്കുകയും ചെയ്തിട്ട് ശേഷമുള്ളതിനെ അത് ചവിട്ടിക്കളഞ്ഞു. മുമ്പേ കണ്ട സകല മൃഗങ്ങളിലും വെച്ച് ഇത് വ്യത്യാസമുള്ളായിരുന്നു. അതിന് 10 കൊമ്പുണ്ടായിരുന്നു, 7 തലയുണ്ടായിരുന്നു. ആ കൊമ്പുകളിൽ ഒരു ചെറിയതായി ഒരു കണ്ണിനെ ഞാൻ കണ്ടു. അവൻ ലോകത്തോട് സംസാരിച്ചെങ്കിൽ ഇന്ന് രാത്രി കൃപ പ്രാപിച്ച ദൈവമക്കൾ പറയണം, ഞങ്ങളുടെ 8000 രൂപയുടെ മൊബൈൽ ഞങ്ങളോട് കുഞ്ഞുങ്ങളോട് സംസാരിക്കുന്നുവെങ്കിൽ കർത്താവിൻ്റെ കരൽ കൈവിടപ്പെട്ടു പോയ സാത്താൻ മൊബൈലിൽ കൂടി സംസാരിക്കുക. അതിനു മുമ്പ് തൻ്റെ കാന്തയാകുന്ന മണവാട്ടിയെ ചേർക്കുവോ. സ്വർഗീയ നാദവുമായി എൻ്റെ പ്രിയൻ വരാറായി. ഇസ്രായേല്, ഇത് നിന്നോട് ഞാൻ ചെയ്യാൻ പോകുന്നത് കൊണ്ട് ഇന്ന് രാത്രി നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ നീ ഒരുങ്ങിക്കൊള്ളുക. സ്വോത്രം. തീർന്നില്ല. ഇന്ന് രാത്രി മനസ്സിലാക്കണം, 1 W wounded, 2 വണ്ടർഫുൾ, 3 വർഷിപ്പ്, 4 വേഡ്, 5ാമത്തെ അവൻ്റെ ഗോപിയ റഷ്യ ഉക്രൈൻ യുദ്ധം. വായിക്കാൻ വെളിപ്പാട് 13:7 വായിച്ചേട്ടെ. വിശുദ്ധന്മാരുടെ യുദ്ധം ചെയ്ത്. ആ യുദ്ധത്തിന്റെ ഇംഗ്ലീഷ് വാർ. 5 W. സാത്താൻ ഓപ്പറേറ്റഡ് കമ്പ്യൂട്ടർ, ഫേസ്ബുക്ക്, Twitter, YouTube, WhatsApp, at any devices operated your unit in mobile, smart mobile or computer need 3 English biblical letters WWW. That W is going. Book of Revelation chapter 3. The Antichrist is coming.
That means 5 separate methods in W. Number 1, wounded man. Number 2, worship needed man. Number 3, wedded man. Number 4, wonderful man. Number 5, that hobby is going war. അവൻ യുദ്ധക്കൊതിയൻ. WWW. ഇതിൻ്റെ പേരാ ലോകം മുഴുവൻ. അങ്ങനെയെങ്കിൽ കമ്പ്യൂട്ടറിൻ്റെ തുടക്കം എവിടം വരെ കമ്പ്യൂട്ടറായി? ഇന്റർനെറ്റ് മർഡർ. കമ്പ്യൂട്ടർ മനുഷ്യനെ കൊല്ലാൻ പോകുന്നു. എവിടാ കമ്പ്യൂട്ടറിൻ്റെ തുടക്കം? അന്ന് 1945 ഫിലാഡൽഫിയയിൽ ആദ്യത്തെ കമ്പ്യൂട്ടർ വന്ന് അതിൻ്റെ പേര് P1. അത് പോയി. രണ്ടാമത്തെ കമ്പ്യൂട്ടർ വന്നു ഫിലാഡൽഫിയയിൽ, അതിൻ്റെ പേരാ P2 1961. അത് കഴിഞ്ഞ് മൂന്നാമത്തെ കമ്പ്യൂട്ടർ വന്നു P3 1971. നാലാമത്തെ കമ്പ്യൂട്ടറിൻ്റെ ഭേദമാ പെൻറ്റിയം 4. P4 വന്നപ്പോഴാണ് ഇവിടെ മാറ്റം തുടങ്ങിയത്. ATM കാർഡ് അമേരിക്കയിൽ, ഇവിടെ ട്രെയിനും പ്ലെയിനും എല്ലാം ബുക്ക് ചെയ്യാൻ ഓൺലൈൻ റിസർവേഷൻ. P4 കമ്പ്യൂട്ടർ ടിക്കറ്റ്. അത് കഴിഞ്ഞിട്ട് വെസ്റ്റേൺ യൂണിയൻ മണി ട്രാൻസ്ഫർ. ദുബായിൽ നിന്നോ സൗദിയിൽ നിന്ന് പൈസ അയച്ചാൽ 5 മിനിറ്റ് കൊണ്ട് വെള്ളറട മേടിക്കാം. പേര് സ്വിഫ്റ്റ് കോഡ്. തീർന്നില്ല. ഇതെല്ലാം പെൻറ്റിയം 4. ഈ കമ്പ്യൂട്ടറിന് എവിടെ വെച്ചിരിക്കുന്നു? 1 ബ്രസൽസ്, 2 അത് കഴിഞ്ഞിട്ട് ബെൽജിയം. അതിന് പിൻ കോഡ്. സ്വോത്രം. വെസ്റ്റേൺ യൂണിയൻ ഏതെങ്കിലും പോയാൽ അവർ പിൻ നമ്പർ ചോദിക്കും. കണ്ടോ, ഒരു പാസ്വേഡ്. ഇത് കൊടുക്കുന്ന ബ്രസൽസിലേക്ക്. അങ്ങനെയെങ്കിൽ അതിൻ്റെ പേരാ P4. P4 വന്നപ്പോഴാണ് ട്രെയിൻ ഓൺലൈൻ, പ്ലെയിൻ ഓൺലൈൻ. വീട്ടിൽ ഇരുന്ന് ചായക്ക് ബുക്ക് ചെയ്യാം, പ്ലെയിന് ബുക്ക് ചെയ്യാം, ട്രെയിന് ബുക്ക് ചെയ്യാം. മൊബൈലിൽ ഇരുന്നിട്ട് 25,000 ബോംബെയിലേക്ക് അയച്ചു കൊടുക്കാം വീട്ടിൽ ഇരുന്ന്. സ്വോത്രം. അതിൻ്റെ പേരാ സ്വിഫ്റ്റ് കോഡ്. ബാങ്കിലും പോകണ്ട, ഒന്നും പോകണ്ട. സ്വോത്രം. ഇത്രയുമായി P4 വന്നെങ്കിൽ വരാൻ പോകുന്ന കമ്പ്യൂട്ടറിൻ്റെ 4th പതിപ്പ്. അതിൻ്റെ പേരാ എർവിൻ. എമോഷണൽ റോബോട്ടിക് വയർലെസ് ഇന്റർനെറ്റ് നെറ്റ്വർക്ക്. കമ്പ്യൂട്ടർ മനുഷ്യനെ കൊല്ലും. സ്വോത്രം. എവിടെ? കമ്പ്യൂട്ടർ മനുഷ്യനെ കൊല്ലുമോ? 5ാമത്തെ തലമായി ഇന്ന് രാത്രി പ്രസംഗിക്കുമ്പോൾ കഴിഞ്ഞ ദിവസം ഒരു അമേരിക്കക്കാരൻ എന്നോടൊരു വാർത്ത പറഞ്ഞിട്ട് എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്. പാസ്റ്ററെങ്കിൽ ഇത് പ്രസംഗിക്കണം. തൊടുപുഴക്കാരൻ മലയാളി. ഇത് കറക്റ്റായിട്ട് എടുത്തോണം. റോബോട്ടിന് മനുഷ്യനാക്കാൻ പോകുന്നു. ചങ്കും കരളും കൊടുത്ത് റോബോട്ടിനെ മനുഷ്യനാക്കുന്നു. ഇതിൻ്റെ പേര് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. കിടക്കുന്നു. നിയന്ത്രിത ബുദ്ധിയോട് റോബോട്ടിനെ കമ്പ്യൂട്ടറിനെ മനുഷ്യനാക്കാൻ പോകുന്നു. തൊടുപുഴക്കാരൻ ചെറുപ്പക്കാരൻ. കണ്ടോ, ഇതൊരു അന്ത്യകാലത്തിലേക്ക് ലോകം വരുന്നു. അതിൻ്റെ പേരാ 4 ഇർവിൻ. കമ്പ്യൂട്ടർ മനുഷ്യനെ കൊല്ലുമോ? ഈ മൃഗത്തിൻ്റെ പ്രതിമ എഴുന്നേറ്റ് വരുമോ? പണ്ടായിരുന്നെങ്കിൽ പറയും പ്രസംഗിക്കുന്നവർക്ക് ലെവലില്ല. അങ്ങനെയെങ്കിൽ മൃഗത്തിൻ്റെ പ്രതിമ അന്ത്യകാലത്ത് വരുമോ? 4. വായിക്കാം. വെളിപ്പാട് 13:15. മൃഗത്തിൻ്റെ പ്രതിമ. വായിച്ചാട്ട് കുഞ്ഞ്. വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായം അതിൻ്റെ 15-ാമത്തെ തിരുവചനം. വെളിപ്പാട് 13:15. മൃഗത്തിൻ്റെ പ്രതിമ. വായിച്ചാട്ടെ. മൃഗത്തിന്റെ പ്രതിമ സംസാരിക്കേണ്ടതിന്. മൃഗത്തിന്റെ പ്രതിമ സംസാരിക്കേണ്ടതിന്. മതി, അവിടെ നിൽക്കട്ടെ. പ്രതിമ സംസാരിക്കുക. കമ്പ്യൂട്ടർ. പണ്ട് പ്രസംഗിച്ചാൽ പറയും ചാത്തന്നൂർ ചെകുത്താൻ സംസാരിക്കുന്നത്. കിടക്കുന്നു മൃഗത്തിന്റെ പ്രതിമ. 2017 ഡിസംബർ മാസം 6-ാം തീയതി സൗദി അറേബ്യയിൽ നിന്നൊരു പെങ്കൊച്ച് വന്നു. കുഞ്ഞുങ്ങൾക്ക് സ്കൂളിൽ അറിയാം, IT ടീച്ചർ പഠിപ്പിക്കും. മേരാന സോബിയ നമസ്തേ ഇന്ത്യ. കേട്ട കുഞ്ഞുങ്ങളൊന്ന് കൈ ഉയർത്തിയാട്ടെ. സോബിയ കമ്പ്യൂട്ടറിനെ കണ്ട് കൈയൊന്ന് ഉയരട്ടെ മക്കളെ. സ്വോത്രം. മേരാന സോബിയ. അവിടെ കൊച്ചു മോള് കൈ ഉയർത്തി കണ്ടോ? സ്വോത്രം. ദൈവം അനുഗ്രഹിക്കട്ടെ. സ്വോത്രം. ബാക്കിയുള്ളവർ അരിയും കഞ്ഞിയും തിന്നാൻ പോയത് അവൾ ടീച്ചർ പഠിപ്പിച്ച കേട്ട്. സ്വോത്രം. അതുകൊണ്ടാ പറഞ്ഞ അവൾക്ക് പിടികിട്ടി. സോബിയ റോബോട്ടിനെ. മേരാന സോബിയ നമസ്തേ ഇന്ത്യ. ഇന്ന് രാത്രി ധനുവച്ചപുരം ഗ്രൗണ്ടിനകത്തിരുന്ന് വിശ്വാസത്തോടെ പറയണം, ഇത് ബോബനും മോളിയല്ല, ലുട്ടാപ്പിയും മറ്റേ കുട്ടുസനും അല്ല. ഇന്ന് രാത്രി പറയണം, 1500 വർഷങ്ങൾ 40-ൽ പരം എഴുത്തുകാർ ആത്മാവിൽ മുട്ടുമടക്കിക്കൊണ്ട് യുദ്ധത്തില് സമാധാനത്തില് ആട്ടിടയനായ ആമോസ്, മുക്കുവനായ പത്രോസ്, കാട്ടിനകത്ത് കിടന്ന ദാവീദ്, സമാധാനത്തിന്റെ ഏടുകളായ ശലോമോന് സ്വർഗത്തിലെ ദൈവം പകർന്നു കൊടുത്ത തിരുവെഴുത്ത ഇന്ന് രാത്രി നാം ഉയർത്തിയിരിക്കുന്നത്. 2000 കൊല്ലങ്ങൾക്ക് പിറകെ പത്മോസിന്റെ കാരാഗ്രഹത്തിനകത്ത് കൊത്തി വലിക്കുന്ന കഴുകന്റെയും പരുന്തുകളുടെയും നടുവിൽ ഒരപ്പച്ചൻ മുട്ടുമടക്കിയപ്പോൾ സ്വർഗം പറഞ്ഞു കമ്പ്യൂട്ടർ സംസാരിക്കുമെങ്കിൽ ഇന്ന് രാത്രി കൃപ പ്രാപിച്ച ദൈവമക്കൾ ധനുവച്ചപുരത്ത് പറയണം, പ്രസംഗിക്കുന്നവൻ മാറും, പ്രവാചകൻ വീഴും, ഉപദേശി പാട്ടുപോകും. എന്നാൽ ഈ പുസ്തകത്തിന്റെ വള്ളിക്കോ പുള്ളിക്കോ ഇന്ന് രാത്രി മാറ്റമില്ല. അമ്മച്ചി ഇത് ഉയർത്തുന്നവർ ഭാഗ്യവാന്മാർ, അപ്പച്ച ഇത് ഉയർത്തുന്നവർ ഭാഗ്യവാന്മാർ. സമയം അടുത്തു നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ. ഇന്ന് രാത്രി ഒരുങ്ങിക്കൊള്ളുക. സ്വോത്രം. ഇതാ ബൈബിളിന്റെ തനിമ, ഇതാ ബൈബിളിന്റെ നൈർമല്യത, ഇതാ ബൈബിളിന്റെ വൈശിഷ്ട്യത. അതുകൊണ്ട്
അതുകൊണ്ട് കവല കവല തോറ് ഞങ്ങൾ ചങ്ക് കീറി അവസാന ശ്വാസം വരെ ഇത് പ്രസംഗിക്കുന്നത്. പലരും ചോദിക്കും, പാസ്റ്ററെ എന്താ ഇത്ര ആവേശത്തിൽ പ്രസംഗിക്കുന്നത്? ഞാൻ ഈ അടുത്ത സമയത്ത് കോഴിക്കോടിനടുത്ത് കോടഞ്ചേരി നമ്മുടെ കൂടത്തായ ജോളിയുടെ പട്ടണത്തിന് പറഞ്ഞ കോഴിക്കോട് കോടഞ്ചേരി, അവിടെ ഐക്യ കൺവെൻഷന് പോയി. അപ്പോൾ പണ്ട് എൻ്റെ കൂടെ പാർട്ടിയിൽ കൊടി പിടിച്ച SFIയുടെ പല നേതാക്കൾ സ്വോത്രം ആ പ്രസംഗം കേൾക്കാൻ വന്നു. പിന്നത്തെ ഞാൻ അവരെ വിട്ടുപോയത് കൊണ്ട് അവർ റോഡിലിരുന്ന് പ്രസംഗം കേട്ടു. ലാസ്റ്റിൽ ഇറങ്ങി വന്നപ്പോൾ എൻ്റെ ഒഫീഷ്യൽ നെയിം ജേക്കബ്, അവിടുത്തെ കോഴിക്കോട്ട് സഖാക്കൾ എന്നോട് ചോദിച്ച്, എൻ്റെ പാസ്റ്ററെ ഞങ്ങളുടെ നേതാക്കന്മാർ സ്റ്റേജിൽ കയറിയ 35 അല്ലേ 40 മിനിറ്റ് കൊണ്ട് കട്ടൻ വെള്ളവും അല്ലേ നാരങ്ങയും കുടിച്ച് താഴെ ഇറങ്ങും. 2 മണിക്കൂർ നിർത്താതെ എങ്ങനെ പ്രസംഗിക്കാൻ പറ്റി? അപ്പം ഞാൻ പറഞ്ഞു, സഖാക്കളെ അത് അന്ന് പ്രസംഗിച്ച പ്രസംഗമല്ല, അത് ലോകത്തിൻ്റെ ചരിത്രമാണ്. പക്ഷെ ഇന്ന് ഞങ്ങൾ ഉയർത്തുന്നത് യേശുവിൻ്റെ രക്തത്തിലുള്ള വിടുതല സ്വോത്രം. അതിൻ്റെ അഭിഷേകം അകത്തുള്ളവർ 4 മണിക്കൂർ നിന്നാലും അവൻ കുഴയാൻ ദൈവം അനുവദിക്കത്തില്ല. ഇന്ന് രാത്രി പറയണ, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയായവനാകുന്നു. ഞാൻ അവരോട് പറഞ്ഞൊരു കാര്യമുണ്ട്, കുഞ്ഞുങ്ങളെ, മരിച്ചടക്കപ്പെട്ട ഒരു ദൈവത്തെ അല്ല ഞങ്ങൾ ഉയർത്തുന്നത്. അവൻ്റെ രക്തം ഞങ്ങൾക്ക് വേണ്ടി ചിന്തിയെങ്കിൽ, അവൻ്റെ വചനം ഞങ്ങൾക്ക് വേണ്ടി ഒഴുക്കിയെങ്കിൽ, അവൻ്റെ ശക്തി ഞങ്ങളുടെ ഉച്ചി മുതൽ ഉള്ളങ്കാൽ വരെ വ്യാപരിക്കുമെങ്കിൽ അവനാൽ അസാധ്യമായിട്ട് ഒരു കാര്യവുമില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ ചങ്ക് കീറി ഞങ്ങൾ അറിഞ്ഞ രക്ഷയെ പട്ടണത്തിനകത്ത് ഞങ്ങൾ പ്രതിപാദിക്കുന്നു. സ്വോത്രം. എൻ്റെ സുഹൃത്തുക്കളെന്ന് എന്നോട് പറഞ്ഞു, പക്ഷെ സമ്മതിച്ചു, ഇതാ വചനത്തിൻ്റെ ശക്തി. സ്വോത്രം. അതുകൊണ്ട് സാധാരണ വചനമല്ല. അതുകൊണ്ട് ഇന്ന് രാത്രി പറയണം, മേരാ നാം സോഫിയ, നമസ്തേ ഇന്ത്യ. ഇന്ന് ഡൽഹി എയർപോർട്ടിനകത്ത് റോബോട്ടുകൾ ഇരിക്കുന്നെങ്കിൽ ഇനി റോബോട്ട് തൊടുപിഴക്കാരും പറയുന്നു, റോബോട്ടിനെ മനുഷ്യനാക്കുക. അങ്ങനെയെങ്കിൽ മൃഗത്തിൻ്റെ പ്രതിമ സംസാരിക്കും. കോവിഡ് കാലത്ത് കണ്ടില്ലേ? ഇനി നിങ്ങൾ മനസ്സിലാക്കണം എന്താ സംഭവം. റോബോട്ട് മനുഷ്യനെ കൊല്ലുമോ? അതിൻ്റെ പേരാ ഇൻ്റർനെറ്റ് മർഡർ. എന്താ ഇൻ്റർനെറ്റ് മർഡർ? ബ്രിട്ടനിലെ പ്രധാനമന്ത്രി ഡേവിഡ് കാമറൂൺ ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സാറിനോട്, സാറേ ലാപ്ടോപ്പ് കയ്യിൽ തൂക്കുന്നത് സൂക്ഷിച്ചു വേണം, വരാൻ പോകുന്നു ഇൻ്റർനെറ്റ് മർഡർ. ഇന്ത്യൻ പ്രധാനമന്ത്രി ഇപ്പോൾ എവിടെയൊക്കെ പോകുന്നു? കയ്യിൽ ലാപ്ടോപ്പ് ഇരിക്കുന്ന വല്ലവരും കണ്ടിട്ടുണ്ടോ? നമ്മുടെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ സാർ ഇപ്പോൾ എവിടെ പോകുന്നു? അമേരിക്കയിൽ പോകുന്നു. ആ ഉടുപ്പും ഷർട്ടും അല്ലാതെ കയ്യിൽ ലാപ്ടോപ്പ് ഇരിക്കുന്ന കണ്ടിട്ടുണ്ടോ ചിന്നമാമേ? സ്വോത്രം. അവർ പിടിക്കത്തില്ല. സ്വോത്രം. പ്രൈവറ്റ് സെക്രട്ടറിയുടെ കൊടുക്കും, വേണമെങ്കിൽ അവൻ പിടിച്ചോട്ട്, തീരട്ടെന്ന്. സ്വോത്രം. മുഖ്യമന്ത്രിയോ പ്രധാനമന്ത്രിയോ ലാപ്ടോപ്പ് പിടിക്കുക ഇല്ല. നെയ്യാറ്റിങ്കര DYSP കൈ പിടിക്കുമെന്ന് നോക്കിയാൽ മതി. നാളെ അവിടെ ചെല്ലുമ്പോൾ മേശപ്പുറത്തിട്ട് അടച്ചിട്ട് കീക്കി അടിച്ചിട്ട് ബാഗിനകത്ത് വണ്ടിക്കകത്ത് വെക്കും. സ്വോത്രം. തൊടത്തില്ല. സ്വോത്രം. സൈബർ വിദഗ്ധന്മാർക്ക് മുഴുവൻ അറിയാം ഇൻ്റർനെറ്റ് മർഡർ. കമ്പ്യൂട്ടർ എങ്ങനെ മനുഷ്യനെ കൊല്ലും കണ്ടോ? സംഭവിക്കാൻ പോവുക. ഇപ്പം ഞാൻ പറഞ്ഞുതരാം. വെളിപ്പാട് 13-15 മടങ്ങി വരാം. അങ്ങനെയെങ്കിൽ ഇൻ്റർനെറ്റ് മർഡർ എങ്ങനെ? ഒരു ലാപ്ടോപ്പിന് 14 ഇഞ്ച് സ്ക്രീനാണ്. ഈ 14 ലാപ്ടോപ്പിനകത്ത് ഇപ്പം ഇവിടെ പടമെടുക്കുന്ന അജിബ്രദറിനൊക്കെ അറിയാം. അതിനകത്ത് 3 തലമ. ഒന്ന് അതിൻ്റെ ഫേസ്, അതിനകത്ത് ആ LED ബൾബ് സ്ക്രീൻ, താഴെയുണ്ട് ലിഥിയം ബാറ്ററി, മൂന്നാമത്തത് ബേസ് ബോർഡ്. അതിനകത്തൊരു മെസ്സേജ് കൊടുക്കും. ആ മെസ്സേജിന് കമ്പ്യൂട്ടറിന് താങ്ങാൻ കഴിയത്തില്ല. ഇന്ന് രാത്രി നമ്മുടെ ശബ്ദം ക്രമീകരിക്കുന്ന അജി ബ്രദർ ഇപ്പോൾ സ്ക്രീനിൻ്റെ പുറകിലാണ്. ഇപ്പം ഈ സിസ്റ്റം എൻ്റെ മൈക്കേ ഉള്ളൂ, അല്ലെ വായിക്കുന്ന കുഞ്ഞിന് അദ്ദേഹത്തിന് അറിയാം ആംപ്ലിഫയർ പുകയത്തില്ലെന്ന്. സ്വോത്രം. ചിലപ്പോൾ ഒരു 10-15 പേര് മൈക്കെടുത്ത് ശബ്ദം കൂടുതൽ വന്നാൽ, പവർ കുറഞ്ഞാൽ, ദാണ്ട് ഈ പുകപ്പരയെന്നൊരു പുക വരും, ആംപ്ലിഫയർ. സ്വോത്രം. താങ്ങാൻ പറ്റത്തില്ല. കണ്ടിട്ടില്ലേ? അതുപോലെ കമ്പ്യൂട്ടറിനകത്ത് ചില മെസ്സേജ് വരും. ആ മെസ്സേജ് വന്നാൽ ബോർഡിനകത്തോട്ട് സർക്യൂട്ട് പായും, ലിഥിയം ബാറ്ററിക്ക് ചൂട് വരും. അതുകൊണ്ടല്ലേ ചില മൊബൈൽ കമ്പനിക്കാർ പറയുന്നത്, ചില ഫോൺ കോൾ വന്നാൽ എടുക്കരുത്. കേട്ടിട്ടുണ്ടോ അങ്ങനെ വല്ലവരും? സ്വോത്രം. ചില സൈറ്റിനകത്ത് കയറരുത്. സ്വോത്രം. അതിൻ്റെ അർത്ഥം കമ്പ്യൂട്ടറിനകത്ത് വൈറസ് കയറിയാൽ ആ കമ്പ്യൂട്ടർ താങ്ങാൻ പറ്റത്തില്ല. അതുകൊണ്ടല്ലയോ ചേച്ചിയുടെ മൊബൈലിനകത്ത് ഇടയ്ക്കിടയ്ക്ക് കമ്പനി എഴുതി കാണിക്കത്തില്ലയോ, ഡെലീറ്റ് സം മെസ്സേജസ്. അങ്ങനെ കണ്ടിട്ടില്ലേ? സ്വോത്രം. ഇത് മാറ്റിയില്ലേ പുറയുള്ളവൻ ക്യൂവിൽ നിൽക്കുമെന്ന്. സ്വോത്രം. അവന് താങ്ങാൻ പറ്റിയല്ലോ. സ്വോത്രം. അതുപോലെ സയൻസ് കൂടെ കേൾക്കണം. ഈ കമ്പ്യൂട്ടറിനകത്ത് ചില അസാധാരണമായ മെസ്സേജ് വന്നാൽ എന്താ ചെയ്യുന്നത്? സ്വോത്രം. ഈ കമ്പ്യൂട്ടറിൻ്റെ സ്ക്രീനിലേക്ക് തീ വരും. LED ബൾബ് പുകയുന്നത് പോലെ. എവിടുന്ന? ലിഥിയം ബാറ്ററിക്ക് ചൂട് പിടിക്കും. അപ്പോൾ എന്തോ ചെയ്യും? മനുഷ്യൻ്റെ മുഖത്തേക്ക് തീയടിക്കും. കമ്പ്യൂട്ടർ മനുഷ്യനെ കൊല്ലും. പറഞ്ഞത് 1950 ശാസ്ത്രജ്ഞനായ അലൻ ടോറി ലോകത്തോട് പറഞ്ഞു, ഇൻ്റർനെറ്റ് മർഡർ, കമ്പ്യൂട്ടർ മനുഷ്യനെ കൊല്ലും. അങ്ങനെയെങ്കിൽ കമ്പ്യൂട്ടറിൻ്റെ പ്രതിമ എവിടെ വരും? നിങ്ങളുടെ ലാപ്ടോപ്പിനകത്ത് വരാൻ പോകുന്നു. അതിനാധാരമായി കോവിഡ്. എല്ലാവരും കമ്പ്യൂട്ടർ പഠിച്ചില്ലേ? വർക്ക് ഫ്രം ഹോം. അങ്ങനെ വല്ലവരും കേട്ടിട്ടുണ്ടോ? വീട്ടിൽ ഇരുന്ന് ജോലി ചെയ്യാം.
കരമുയരുന്നില്ലല്ലോ. കോവിഡ് കാലത്ത് കരമുയരട്ടെ, സ്വോത്രം. വീട്ടിൽ ഇരുന്ന് ജോലി ചെയ്യാം. നോ ഗോയിങ് സ്കൂൾ, വീട്ടിൽ ഇരുന്ന് ക്ലാസ് എടുക്കാം. പിള്ളേർ പഠിച്ചില്ലേ? സ്കൂൾ ആപ്പ്, ഗൂഗിൾ ആപ്പ്, എന്തൊക്കെ നമ്മളെ പഠിച്ച, ഗൂഗിൾ മീറ്റ് എല്ലാം പഠിച്ചില്ലേ? സ്വോത്രം. സ്കൂളിൽ വല്ലതും പോയിരുന്നോ? സ്വോത്രം. എത്ര ക്ലിയർ. അന്ന് മാരായമുട്ടത്തെ ടീച്ചർ ആ ധനുവച്ച വരുത്തിരിക്കുന്ന മോളോട് മുഖാമുഖം സംസാരിച്ചില്ലേ? സ്വോത്രം. കമ്പ്യൂട്ടർ പഠിച്ചില്ലേ? സ്വോത്രം. ഇങ്ങനെയെങ്കിൽ ഇനി വരാൻ പോകുന്നത് സാത്താൻ്റെ പ്രതിമ കമ്പ്യൂട്ടറിനകത്ത്. സ്വോത്രം. അതിൻ്റെ പേരാ കമ്പ്യൂട്ടറിനകത്ത് പ്രതിമ വന്നാൽ അവൻ ഇഷ്ടമെന്താ വണങ്ങണം. വായിക്കാൻ രണ്ടാമത്തെ വാക്ക്, മൃഗത്തിന്റെ പ്രതിമ സംസാരിക്കും. വായിച്ചാട്ട് മോളെ, മൃഗത്തിന്റെ പ്രതിമ സംസാരിക്കും. അടുത്തത് മൃഗത്തിന്റെ പ്രതിമയെ നമസ്കരിക്കാത്തവരെ, മൃഗത്തിന്റെ പ്രതിമയെ നമസ്കരിക്കണം. സാത്താന്റെ ഇഷ്ടം എന്തുവാ? അവന്റെ ഇഷ്ടം നമസ്കാരം. എന്താ നമസ്കാരം? ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോഗ് ദുരാസു സമഭൂമി കൊണ്ടുപോയിട്ട് നെബൂഖദ്നേസർ എന്താ പറഞ്ഞത്? സ്വോത്രകാഴ്ചയാണോ ചോദിച്ചേ? അല്ല, പറഞ്ഞത് ഇത് വണങ്ങണം. യേശുവിനെ ഉയർന്ന മലയെ കൊണ്ടുപോയി. എന്നിട്ട് പിശാച് പറഞ്ഞ എന്താ? ഒന്ന് വണങ്ങിയേക്കാൽ. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി വണങ്ങാത്തവന്, മൃഗത്തിന്റെ പ്രതിമയെ നമസ്കരിക്കാത്തവന്, അടുത്ത വായിച്ചാട്ടെ, കൊല്ലിക്കേണ്ടതിന്. ബൈബിൾ ഉള്ളവരെടുത്തോ, ഇതിന്റെ പേരാ കമ്പ്യൂട്ടർ മനുഷ്യനെ കൊല്ലും. ഇന്റർനെറ്റ് മർഡർ. മൊബൈൽ ഫോൺ പൊട്ടിത്തെറിച്ചെന്ന വാർത്ത വല്ലവരും കേട്ടിട്ടുണ്ടോ? കൈ ഉയർത്തിയാട്ട്. സാംസങ് 7 ഗാലക്സി നിർത്തി. എന്താ? ചില മെസ്സേജ് വന്നപ്പോൾ ബോർഡിന് താങ്ങാൻ വയ്യാതെ മൊബൈൽ ഫോൺ പൊട്ടിത്തെറിച്ച ആൾ വരെ മരിച്ച് ചെന്നൈയിൽ. അതുകൊണ്ടാണ് പെട്രോൾ പമ്പിൽ പോകുമ്പോൾ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യുക. കൈ ഉയർത്തിയാട്ട്. സ്വോത്രം. എന്താ കാര്യം? നിങ്ങൾ സംസാരിക്കുന്ന പെട്രോൾ പമ്പ് ഇഷ്ടമല്ല. അതിനകത്തൊരു മെസ്സേജ് വന്നാൽ, ആ ബോർഡ് കയറി ചൂടായാൽ, ലിഥിയം ബാറ്ററിക്കകത്ത് തീ പിടിച്ചാൽ, ആ ഗണ്ണിലടിക്കുന്ന പെങ്കൊച്ചിന്റെ കയ്യിലേക്ക് തീ പിടിച്ചാൽ ധനുവച്ചപുരം തീകോളമാകും. സ്വോത്രം. അതുകൊണ്ട് പെട്രോൾ പമ്പിനകത്ത് സ്വിച്ച് ഓഫ് യുവർ മൊബൈൽ. ബൈബിളും സയൻസും അതേ സിസ്റ്റം കമ്പ്യൂട്ടറിനകത്ത് വരും. എന്താ കമ്പ്യൂട്ടറിനകത്ത് വരുന്നത്? മൃഗത്തിന്റെ പ്രതിമ. മേരാ നാം സോഫിയ, നമസ്തേ ഇന്ത്യ. അങ്ങനെയെങ്കിൽ ഇന്ന് ടെലിവിഷനകത്ത് വന്നില്ലേ? എന്താ മൃഗത്തിന്റെ പ്രതിമ? നമ്മൾ ടെലിവിഷനകത്ത് വൈകിട്ട് ചന്ദനമഴ കാണാൻ അമ്മച്ചി ഓൺ ചെയ്താൽ ആദ്യം ചന്ദനമഴയാന്ന് വരുന്നത്? അല്ലല്ലോ. നാപ്റ്റോളിന്റെ പരസ്യം, വടിയുടെ പരസ്യം, കൊടയുടെ പരസ്യം. സ്വോത്രം. അതുപോലെ കർത്താവിന്റെ വരവിൽ കൈവിടപ്പെട്ടു പോയാൽ സാത്താന്റെ പ്രതിമ കമ്പ്യൂട്ടറിനകത്ത് വരും. ഇന്നത്തെ ലാപ്ടോപ്പിന്റെ കണക്ക് നിങ്ങളുടെ മൊബൈലിൽ കൂടെ കുഞ്ഞുങ്ങൾ ക്ലാസ്സിൽ കാണുന്ന പോലെ കാണും. അപ്പൊ അവൻ പറയും നമസ്കരിക്കാത്തവരെ കൊല്ലാൻ അവന്റെ കയ്യിൽ ഒരു സാധനമുണ്ട്. അതിന്റെ പേരാ മെയിൽ ID. അങ്ങനെ വല്ല കേട്ടിട്ടുണ്ടോ? ആരും സന്തോഷമില്ലല്ലോ. അയ്യോ, ഫേസ്ബുക്ക് ഉപയോഗിക്കുന്ന ആരും ഇല്ല ഇവിടെ. സ്വോത്രം. അയ്യോ, ഇവരെല്ലാം TPMകാർ വിശുദ്ധന്മാരാ. സ്വോത്രം. ആർക്കും ഫേസ്ബുക്കും ഇല്ല, ഇന്റർനെറ്റും ഇല്ല, യൂട്യൂബും ഇല്ല. എൻ്റെ പൊന്ന് ചേട്ടാ, ചേച്ചി, ആര് കമ്പ്യൂട്ടർ കയറി ഓപ്പൺ ചെയ്യണമെങ്കിൽ അവർക്ക് മെയിൽ ID വേണം. സ്വോത്രം. ഇതെല്ലാം നമ്മൾ ആധാറിനകത്ത് വാക്സിൻ എടുത്തപ്പം കൊണ്ടുപോയെന്ന്. സ്വോത്രം. മിണ്ടുന്നില്ല. ഇന്നലെ രാത്രി ഞാൻ അതാ പറഞ്ഞത്. സകലതും നമ്മൾ കൈവച്ച് വാക്സിൻ ധനുവച്ചപുരത്ത് കീക്കി കൂക്കു അടിച്ച് അമ്മാമ്മയുടെ കൈ കോവാക്സിൻ കയറിയപ്പോൾ ആധാറെല്ലാം പോയി. അതിനകത്ത് നമ്മുടെ മെയിൽ IDയും പോയി. സ്വോത്രം. കണ്ടില്ലേ? അതുകൊണ്ടാ പറഞ്ഞ എല്ലാത്തിൻ്റെയും അവസാനം വന്നിരിക്കുന്നു. അന്ത്യകാലം കോവിഡ്. സ്വോത്രം. വണങ്ങാത്ത ഓരോരുത്തരുടെ സിസ്റ്റത്തിലേക്ക് മെയിൽ ID കൂടെ മെസ്സേജ് അയക്കും. അങ്ങനെയെങ്കിൽ എന്തോയും? കമ്പ്യൂട്ടർ പൊട്ടും. ഇപ്പൊ തന്നെ അറിയത്തില്ലേ? ഇപ്പൊ നമ്മുടെ ആൾക്കാർ ഉറക്കോടാ. സ്വോത്രം. രാത്രി ഡിഗ്രിക്ക് പഠിക്കുന്ന ജ്യോതിമോള് അമ്മ വിളിച്ചാലും കണ്ണ് തുറക്കത്തില്ല. അവളിങ്ങനെ ലാപ്ടോപ്പിന്റെ മുമ്പിൽ ഇങ്ങനെ ഇരിക്കുക. സ്വോത്രം. അപ്പോഴാ സാത്താൻ വരുന്നത്. മെസ്സേജ് കണ്ടിട്ട് വണങ്ങിയില്ലേ? ഒരു മെസ്സേജ് അഴിക്കുക. കാര്യം പോയില്ലേ? മുറിയിൽ ഓടുന്നതിന് വിട്ട് ലൈറ്റ് പൊട്ടുന്ന പോലെ പൊട്ടും. ഇന്റർനെറ്റ് മർഡർ. മൃഗത്തിന്റെ പ്രതിമ സംസാരിക്കുക. മൃഗത്തിന്റെ പ്രതിമയെ നമസ്കരിക്കാത്തവരെ കൊല്ലിക്കേണ്ടതിന് മൃഗത്തിന്റെ പ്രതിമയ്ക്ക് ആത്മാവിനെ കൊടുപ്പാൽ. അതിന്റെ പേരാ റോബോട്ട് മനുഷ്യനാക്. താണ്ട സോബിയുടെ മൂത്ത ചേട്ടനാ വരാൻ പോകുന്ന കമ്പ്യൂട്ടറിന്റെ പ്രതിമ. ഇതിനെയും ഇസ്രയേലിലേക്ക് വരുന്നത് മുൻപോട്ട്. അങ്ങനെയെങ്കിൽ കമ്പ്യൂട്ടറിനെ ആരാധിക്കുന്നവർ മനുഷ്യനെ കൊല്ലുമ്പോൾ, അങ്ങനെ ആരാധിക്കുന്ന ഒരു ചെറുപ്പക്കാരനുണ്ടായിരുന്നു. അവന്റെ പേരാ കാടൽ ജിൻസൺ രാജ. അങ്ങനെ ഒരുവനെ കേട്ടിട്ടുണ്ടോ? തിരുവനന്തപുരത്ത് കവടിയാറിൽ 2 സുവിശേഷകരുടെ നടുവിൽ ഒരു ചെറുപ്പക്കാരനുണ്ടായിരുന്നു. അവന്റെ പേര് കാടൽ ജിൻസൺ രാജ. തിരുവനന്തപുരം പാളയം MM ചർച്ചിലെ മെമ്പർ. അവനെ എവിടെ വിട്ടു? അപ്പൻ, അമ്മ, ഡോക്ടറും എഞ്ചിനീയർ. എവിടെ? നെയ്യാറ്റിങ്കര പ്ലോട്ടുണ്ട് അവർക്ക്. അത് കഴിഞ്ഞിട്ട് ഇവിടെ പോകുന്നൊരു സ്ഥലമുണ്ട്, 6 കാണി 10 കാണി ഗണപതിക്കല്ല്. അങ്ങനെ കേട്ട വല്ലവരും ഉണ്ടോ ഇവിടെ? സ്വോത്രം. നിങ്ങൾ കാണത്തില്ല. നിങ്ങൾ ധനുവച്ചപുരത്തിന്റെ അപ്പുറം പോവിയല്ലോ. സ്വോത്രം. അമ്പൂരി, കൂട്ടപ്പൂ, ചെമ്പകപ്പാറ, 6 കാണി 10 കാണി ഗണപതിക്കല്ല്. അവിടെ 15 ഏക്കർ തോട്ടമാ കാടൽ ജിൻസൺ രാജയ്ക്കുള്ളത്. ഞാൻ കളിയലിൽ പ്രസംഗിക്കാൻ പോയപ്പോൾ അവിടുത്തെ ദൈവദാസന്മാരെ കാണിച്ചു. പാസ്റ്റർ, ഇതാ അവന്റെ വീട്. എത്ര ഷീറ്റ്? 1000 ഷീറ്റാ ദിവസം കിട്ടുന്നത്. സ്വോത്രം.
അവനെ പിടിച്ച് ആരെ കൊന്നു? അപ്പനെ കൊന്നു, അമ്മയെ കൊന്നു. പെങ്ങൾ കരോലിൻ, എൻ്റെ പ്രസംഗ CS ഇരുന്ന് കേട്ടതാ. ആ പെങ്കൊച്ചിനെ എന്തോ ഇത് കഴുത്ത് ഞെരിച്ച് കൊന്നു. വേലക്കാരിയെ കൊന്നിട്ട് 4 ഡെഡ് ബോഡി അവിടെ ഇട്ടിരുന്നു. എവിടെ? കവടിയാറിൽ. എന്നിട്ട് രാത്രി കറുത്ത ജീൻസും കറുത്ത പാൻറ്റും ഇട്ട് പേരൂർക്കട പെട്രോൾ പമ്പിൽ നിന്ന് എന്താ പെട്രോൾ മേടിച്ചോണ്ടെന്ന് 4 പേരെ പച്ചക്കിട്ട് തിരുവനന്തപുരത്ത് കത്തിച്ചു. കാടൽ, ജിൻസൺ, രാജ, ശ്രോത്രം, ബാക്കി ഞാൻ പറയത്തില്ല. കന്റോൺമെന്റ് DYSP പേരൂർക്കട CI ഒക്കെ ചോദ്യം ചെയ്ത കാര്യം ഞാൻ പറയത്തില്ല. അപ്പൊ അവരോട് പറഞ്ഞൊരു കാര്യമുണ്ട്. എന്താ പറഞ്ഞത്? മനുഷ്യനെ കൊന്നാൽ സ്വർഗത്തിൽ പോകുമെന്ന് പിശാച് പറഞ്ഞത് കൊണ്ട് സ്വന്തം അപ്പനെയും പെങ്ങളെയും അമ്മയെയും വേലക്കാരിയെയും കവടിയാർ വീട്ടിനകത്തിട്ട് മണ്ണെണ്ണ ഒഴിച്ചിട്ട് ഭിത്തിയോട് ചേർത്ത് ചുട്ടരിച്ച സംഭവം നാം കണ്ടെങ്കിൽ ഇന്ന് രാത്രി ധനുവച്ചപരം പറയണ ഇത് ദുഷ്കാലമാകയാൽ സമയം തക്കത്തിൽ ഉപയോഗിച്ചു കൊള്ളുക. ഇന്ന് രാത്രി അവനത് ചെയ്തെങ്കിൽ ഈ ഇന്റർനെറ്റിനകത്ത് വരുന്ന കമ്പ്യൂട്ടർ മെസ്സേജ് അയച്ചു മനുഷ്യനെ കൊല്ലുവാൻ കാലമായി. ഇന്ന് രാത്രി കൃപ പ്രാപിച്ച ദൈവമക്കൾ പറയണം, സാത്താന്റെ പ്രതിമ വരാൻ കാലമായി. നമ്മുടെ സ്കൂളിനകത്ത് കുഞ്ഞുങ്ങളുടെ കമ്പ്യൂട്ടറായി, പ്രായം ചെന്നവർ WW ദാ കിടക്കുന്നു മേരാ നാം സോഫിയ, നമസ്തേ ഇന്ത്യ. അങ്ങനെയെങ്കിൽ കോവിഡ് വാക്സിന്റെ മറവിൽ നമ്മുടെ കൈവച്ച് മെയിൽ ID മുഴുവൻ ഒരു കമ്പ്യൂട്ടറിനകത്ത് പോയെങ്കിൽ സാത്താന്റെ ഇഷ്ടം ആരാധനയോ. ആ ആരാധന കൊതിയനായ സാത്താനെ വണങ്ങിയില്ലെങ്കിൽ അവൻ നമ്മെ കൊല്ലാൻ കാലമായി. 2030 ശേഷം ഇന്നത്തെ 5G ഇന്റർനെറ്റ് വരുന്നു, അഥവാ 5ാം പതിപ്പ് കമ്പ്യൂട്ടറിന് വരുന്നെങ്കിൽ സാത്താന്റെ പ്രതിമ കമ്പ്യൂട്ടറിനകത്ത് വരാൻ കാലമായി. എന്നാൽ ഇന്ന് രാത്രി അകത്തളങ്ങളിൽ വചനമേറ്റ ദൈവമക്കൾ, പരിശുദ്ധാത്മാവിന്റെ നിറവ് പ്രാപിച്ച ദൈവമക്കൾ, രക്ഷയുടെ ബോർഡിംഗ് പാസ് കരസ്ഥമാക്കിയ ദൈവമക്കൾ ഇന്ന് രാത്രി കോവിഡിന്റെ മറവിൽ പറയും അവന്റെ പ്രതിമ നമ്മുടെ കമ്പ്യൂട്ടറിനകത്ത് വരുന്നതിന് മുമ്പ് 7 പൊൻനിലവിളക്കുകളുടെ നടുവിൽ നിലയങ്കി ധരിച്ച് പാറത്ത് പൊൻകച്ച കെട്ടി അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുള്ളവൻ, കാലുലയിൽ ചുട്ടുപടിപ്പിച്ചവൻ, പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെ മഹാനാഥ് 7 നക്ഷത്രമാകുന്ന സഭയെ വലം കയ്യിൽ പിടിച്ചുകൊണ്ട് യോഹന്നാന് വേണ്ടി വെളിപ്പെട്ട നമ്മുടെ നാഥൻ കാന്തയെ ചേർക്കുവാൻ മധ്യാകാശത്തിൽ വരാറോ. ഇന്ന് രാത്രി നാം പ്രതീക്ഷിച്ച സമയത്തേക്കാൾ രക്ഷ ഇപ്പോൾ അടുക്ക വാതിൽക്കലായി. ധനുവച്ചപുരമേ, അന്ത്യകാല സംഭവങ്ങൾ എൻ്റെ യേശുവിൻ്റെ വരവിന് ഇന്ന് രാത്രി അടയാളമായിരിക്കുന്നു.